തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ പാറോപ്പടി ഡിവിഷനിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനത്തിൽ കൗൺസിലർ KC ശോഭിതയോട് വിശദീകരണം തേടി കോഴിക്കോട് DCC. നേതൃത്വത്തിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം തേടിയത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ അറിയിച്ചു. പുറത്തുവിടാത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് ശോഭിതയുടെ ആരോപണം. ശോഭിത ഫേസ്ബുക്ക് കുറിപ്പ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രവീൺകുമാർ പറഞ്ഞു. പാറോപ്പടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. ഞാനിതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച രണ്ടാളുകൾക്കും എനിക്കുമല്ലാതെ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അതെന്താണെന്നറിയാതെ ഇത്തരം പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളായാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും തെറ്റാനപ്പോഴാണ്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായ നഗരസഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് അത് നമ്മൾ ചോദിക്കും. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ. പാറോപ്പടിയിൽ നിയാസ് തോറ്റു എന്ന് മാത്രമല്ല, ഈ മഴ കഴിഞ്ഞിട്ടും മരം പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ വിവാദങ്ങൾ ഒഴിയുന്നില്ലല്ലോ. ശോഭിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിപ്പോൾ DCC നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നടപടി വരുമോ? ശോഭിത ശോഭനമായി പുറത്തു പോകുമോ, ശോഭനമായി ഉള്ളിൽ നിൽക്കുമോ? ഡോക്ടർ, ഇന്നലെ രാത്രിയാണ് KC ശോഭിത പരസ്യമായി നേതൃത്വത്തിനെതിരെ ചില പ്രതികരണങ്ങളൊക്കെ നടത്തി ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അത്തരമൊരു കുറിപ്പ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DCC നേതൃത്വം ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാറോപ്പടിയിലെ തോൽവി മറ്റേ ഏതെങ്കിലും ഒരു വാർഡിലെ തോൽവി പോലെ അത്രയും ലഘൂകരിച്ച് കാണാൻ വേണ്ടി കഴിയില്ല. കാരണം അവിടെ മത്സരിച്ചത് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് ആണ്. PM നിയാസ് മത്സരിച്ച് തോറ്റു എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ അവിടെ UDFൻ്റെ വാർഡായിരുന്നു. ആ വാർഡിനകത്ത് ഇത്തവണ BJP ആണ് അവിടെ വിജയിക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ സംഘടനാപരമായി തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോൽവി കൂടിയാണ് PM നിയാസിൻ്റെ തോൽവി. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആർക്കാണ് ഉത്തരവാദിത്വം എന്നുള്ളത് കൃത്യമായ രീതിയിൽ കണ്ടെത്തേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ്. KC ശോഭിത പറയുന്നത് അവരുടെ ഭർത്താവിനെ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായി വിൽക്കുന്നത് ആരുടെയും ഒരു താല്പര്യത്തിൻ്റെ ഭാഗമല്ല, നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാതിരുന്നിട്ട് കൂടി അവരെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കി മാറ്റുന്നത്. ഇപ്പോൾ തോറ്റതിന് ശേഷം പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം തൻ്റെ ഭർത്താവിനാണ്. തന്നെയും തൻ്റെ കുടുംബത്തെയും വേട്ടയാടുകയാണ്, ആരുടെയും പെട്ടി തൂക്കിയല്ല താൻ നേതാവായത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അത്രയും കടന്ന ഒരു വിമർശനമാണ് നേതൃത്വത്തിനെതിരെ KC ശോഭിത കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിശദീകരണം തരാൻ വേണ്ടി DCC നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ ശോഭനമായി തന്നെ ശോഭിത പുറത്തേക്ക് പോകും. തൃപ്തികരമാണെങ്കിൽ പാർട്ടിയിൽ ശോഭനമായി തന്നെ ശോഭിതയ്ക്ക് നിൽക്കാം എന്നുള്ളതാണ് DCC അധ്യക്ഷൻ പറയുന്നത്.